കുട്ടികളെ നമസ്കാരം. മാത്സര്യം എന്നുള്ള മനോവികാരത്തെയും പറ്റിയാണ്, അതിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് വിവരിക്കുകയാണ് ഓർവങ്കര. ബലവാനാണെങ്കിലും മത്സരബുദ്ധി വന്നാൽ അയാളുടെ അഭിവൃദ്ധി നശിച്ചു പോകും എന്നാണ് ഉദാഹരണ സഹിതം കാണിക്കുന്നത് ഓർവങ്കര ഈ 61ാമത്തെ ശ്ലോകത്തിൽ. ബാലോപദേശത്തിലെ ആദ്യത്തെ ഭാഗമാണ്. നമുക്ക് ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. പരം ബലം ചേർന്നവനും മഹാമത്സരം തനിക്കു ഉന്നതിഹാനി ബീജം കുരങ്ങിനോടാന പിണങ്ങി എന്നാൽ വരം മടക്കം വിജയത്തിനേക്കാൾ. ഇതിൻ്റെ അന്വയം നോക്കാം. മഹാമത്സരം പരംബലം ചേർന്നവനും തനിക്ക് ഉന്നതി ഹാനി ബീജം ആണ്. ആന കുരങ്ങിനോട് പിണങ്ങി എന്നാൽ വിജയത്തിനേക്കാൾ വരം മടക്കം ആണ്. ഇപ്പം ഇതിൽ ഹാനി എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം നാശം, നഷ്ടം, ഛേദം, കുറവ്, ആപത്ത്, തോൽവി ഒക്കെ അർത്ഥമുണ്ട് നാശത്തിന്. ബീജം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം, അല്ലെങ്കിൽ അതിനുള്ള വിത്ത് മുളപ്പിക്കപ്പെടുന്നതാണ് ബീജം. ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയർച്ച, അഭിവൃദ്ധി എന്നൊക്കെ അർത്ഥം. അതിൻ്റെ വിപരീതമാണ് അവനതി. അപ്പോൾ പരം അത് അങ്ങേയറ്റം, ബലം എന്ന് പറഞ്ഞ ശക്തി, അങ്ങേയറ്റം ശക്തി ചേർന്ന ആളായാലും മഹാമത്സരം വലിയ മത്സരം, യുദ്ധം എന്നർത്ഥം. തനിക്ക് അവനവന് ഉന്നതിഹാനി ബീജമാണ്. അവരുടെ അഭിവൃദ്ധി അതിന് ഇടിവുണ്ടാക്കുന്നതാണ്, നാശനഷ്ടം ഉണ്ടാക്കുന്നതാണ്, അതിനുള്ള ബീജമാണ്, അതിൻ്റെ വിത്താണത്. മത്സരം തുടങ്ങിയാൽ അഭിവൃദ്ധി നഷ്ടപ്പെടുന്ന ഉറപ്പ് എന്നർത്ഥം. നല്ല ശക്തനാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, മത്സരത്തിന് ഇറങ്ങിയാൽ നഷ്ടമുണ്ടാവും. When there is a conflict between two parties, there will be casualties on either side എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. ഉദാഹരണത്തിന് ചെസ്സ് കളിയാണ് വിചാരിക്കുക. ചെസ്സിൽ ശത്രു രാജാവിനെ അടിയറ ഉണ്ടാക്കുക എന്നാണല്ലോ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് തൻ്റെ കരുക്കൾ, ആന, കുതിര, തേര്, കാലാൾ, മന്ത്രി, ഇതൊക്കെ കരുക്കളാണ്. ഇത് ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ ആ രാജാവിനെ കൊടുക്കുന്നതിന് മുമ്പേ കുറേ നഷ്ടവും ഈ കരുക്കൾ. കുറേ മന്ത്രി അടക്കം ഇടയ്ക്ക് ബലി കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറേ നഷ്ടമായതിന് ശേഷമാണ് കളി ജയിക്കും. പക്ഷേ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. നമുക്ക് ശ്രദ്ധ മറ്റാളെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ. അതുപോലെ മത്സരത്തിന് പുറപ്പെട്ടാൽ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഒരു ഉദാഹരണം കൊണ്ട് സമർത്ഥിച്ചിരിക്കുകയാണ്. ഒരു കുരങ്ങനോട്, വളരെ ശക്തി കുറഞ്ഞ ആണല്ലോ കുരങ്ങൻ. ആനയെന്ന് വെച്ചാൽ ഈ കരയിൽ ഏറ്റവും ശക്തി കൂടിയ മൃഗമാണ്. ആന ഇപ്പോൾ തോൽപ്പിക്കാൻ സിംഹമൊറ്റേ ഉള്ളൂ. സിംഹം അത് തഞ്ചത്തിൽ പുറത്തുകൂടെ ഓടി വന്ന് നെറ്റീമിൽ അടിച്ചിട്ടൊക്കെയാണ് കൊല്ലുക, മസ്തകത്തിൽ, അതിൻ്റെ വർമ്മത്തിൽ നടത്തും. അതുപോലെ കുരങ്ങനായിട്ട് ആന യുദ്ധം ചെയ്യുകയാണ്. അതിനോട് പിണങ്ങി വിചാരിക്കാം. യുദ്ധം ചെയ്യാതെ ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോരുകയാണ് അതിൽ തല്ലുകൂടി ജയിക്കണേക്കാളിക്കും ഉത്തമമായിട്ടുള്ള മാർഗം എന്നാണ് കവി പറയണത്. കാരണം 90% ആന തന്നെയാണ് ജയിച്ചാൽ അതുകൊണ്ടൊരു പ്രത്യേക ഇതുണ്ടോ? ആന കുരങ്ങനോട് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും, അതിത്ര പറയാണ്ടോ, എന്താ അപ്പം അതിൽ അതിശയം എന്ന് ചോദിക്കും. അഥവാ എന്തെങ്കിലും പൊട്ടഭാഗ്യത്തിന് ആന തോറ്റു വിചാരിക്കുക, കുരങ്ങ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഭഗവതി സിംഹം ചാടിക്കയറി മസ്തകത്തിലൊരു അടി കൊണ്ടാൽ ഇടയ്ക്ക് മസ്തകം അത്രയും വർമ്മയുള്ള സ്ഥലത്ത് ഓർത്തുകൊണ്ട്
കൊണ്ട് എറിഞ്ഞിട്ട് തന്നെ ആനയെ വീഴ്ത്താൻ പറ്റുന്ന ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ വർമ്മത്തിൽ അടി കൊണ്ടാൽ കുറഞ്ഞതിൻ്റെ അടിയിലും ആന വീണൊന്നും വരും. അപ്പോൾ ഇതിൽ പരം ഒരു നാണക്കേട് പിന്നെ വരാനുമില്ല ആനയ്ക്ക്. ചാക്യാന്മാർ ചൊല്ലുന്നൊരു ശ്ലോകമുണ്ട്: വിവാദോ നൈവ കർത്തവ്യം കർത്തവ്യശ്ചേൽ സമയേരഹ അസമാന വിവാദേന ലഘുദൈവോപജായതേ. വിവാദം അത് ഒരു മത്സരത്തിൻ്റെ ഒരു വകഭേദമാണല്ലോ. പിന്നെ വാദിച്ച് ജയിക്കൽ അത് ചെയ്യാൻ പാടില്ല. അറ്റവഴിന് ഒരു നിവൃത്തിയിൽ ഒരു ആപദ്ധർമ്മം എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ തന്നെ അത് സമന്മാരോടെ പാടുള്ളൂ എന്നാണ്. കാരണം അസമാന വിവാദേന നമ്മൾ ഒത്ത തുണയല്ലാത്ത ഒരു ഒത്ത സമാന ആയിട്ടുള്ള ഒരു ശത്രു അല്ലെങ്കിൽ ലഘുതൈവോപജായത. അതുകൊണ്ട് ലഘുത മാത്രമാണ് വരിക, ഒരു എളിമ. നമ്മുടെ പേര് ദോഷപ്പെടുക എന്നല്ലാതെ കണ്ട് അതുകൊണ്ട് ഒരു ഗുണമില്ല എന്നർത്ഥം. അതാണ് ആന കുരങ്ങനോട് പടങ്ങിച്ചാൽ ഒന്നും മിണ്ടാതെ തിരിച്ചു പോരുകയാണ് നല്ലത്. അല്ലാണ്ട് അവിടെ തല്ലുകൂടാൻ നിൽക്കരുത്, അത് നഷ്ടമാണ് എന്നാണ് കവി ഉദാഹരണസഹിതം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പരം ബലം ചേർന്നവനും മഹാമത്സരം തനിക്കുന്നതിഹാനി ബീജം കുരങ്ങിനോടാന പിണങ്ങി എന്നാൽ വരം അടക്കം വിജയത്തിനേക്കാൾ. അതായത് ബലവാനായാലും മാത്സര്യം വന്നാൽ അയാളുടെ അഭിവൃദ്ധി കുറവാവും, നാശനഷ്ടങ്ങൾ വരും. അതിനാൽ മത്സരം ഒഴിവാക്കണം എന്ന തത്വമാണ് ഉറങ്ങര ഇതിൽ കുട്ടികളെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ബാക്കി പിന്നീട് നോക്കാം. എല്ലാവർക്കും നമസ്കാരം.